എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരത്തെ സ്വന്തമാക്കാനായി ഇപ്പോൾ രണ്ട് IS ക്ലബ്ബുകൾ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വീഡിയോയുടെ കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 90% പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മുടെ ചാനലിന് 5Kയിലേക്ക് എടുക്കാൻ ഇനി വെറും 16 സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ യുവതാരമായ ഇഷാൻ പണ്ഡിതയെ സ്വന്തമാക്കാനായി ഇപ്പോൾ രണ്ട് IS ക്ലബ്ബുകളാണ് ഇപ്പോൾ രംഗത്തുള്ളത്. നവാഗതരായി അടുത്ത ISL സീസണിൽ കളിക്കാനെത്തുന്ന മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും അതുപോലെ തന്നെ നിലവിലെ ISLൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമായ പഞ്ചാബ് FCയുമാണ് ഇപ്പോൾ ഇഷാൻ പണ്ഡിതയെ സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തി വരുന്നത്. 2 ആഴ്ച മുമ്പ് മാർക്കസ് മർഗുലോവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണെന്നുള്ളൊരു കാര്യം. കാരണം താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ ആവശ്യമായ പ്ലേയിങ് ടൈം കിട്ടുന്നില്ല. താരം ആകെ ആദ്യ 11-ൽ ഉൾപ്പെട്ടത് വെറും 3 മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചപ്പോൾ. ബാക്കിയുള്ള മത്സരങ്ങളിലൊക്കെ അവസാന 5 മിനിറ്റും 10 മിനിറ്റൊക്കെ ആയിരുന്നു താരത്തിന് സമയമായി കളിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലേയിങ് ടൈം കൂടുതൽ കിട്ടുന്ന ടീമിൻ്റെ ഓഫർ വരുന്നത് ഇപ്പോൾ നോക്കിയിരിക്കുകയാണ് ഇഷാൻ പണ്ഡിത എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പഞ്ചാബ് FC മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും അദ്ദേഹത്തെ സ്വന്തമാക്കാനായി ബ്ലാസ്റ്റേഴ്സുമായി ഇപ്പോൾ ചർച്ചയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ കൊണ്ടുപോകണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ നൽകി മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് 1 വർഷം കൂടി ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട്. ഇനി താരത്തെ മുഴുവനുമായി സ്വന്തമാക്കാൻ ഇപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും അതുപോലെ തന്നെ പഞ്ചാബ് FCയും താല്പര്യപ്പെടുന്നില്ല. താരത്തെ ലോണിൽ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇരു ടീമുകളും താല്പര്യപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ലോണിൽ കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമില്ലെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇവാൻ മുക്കുമനോവിച്ചിന് കീഴിലായിരുന്നു ഇഷാൻ പണ്ഡിതയ്ക്ക് കൂടുതൽ സമയം ലഭിക്കാതിരുന്നത്. ഇനി പുതിയ പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ പരിശീലിപ്പിക്കാനായി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടി തീരുമാനം പരിഗണിച്ചായിരിക്കും ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ അതോ പുറത്തേക്ക് പോകുമോ എന്നുള്ളതിൽ അന്തിമ തീരുമാനമാകാൻ.